പിന്നെ എൻ്റെ പേര് മോഹനകൃഷ്ണൻ, തൊടുപുഴയിൽ നിന്ന് വരെ ഇടുക്കി ജില്ലയാണ്. എൻ്റെ ഭാര്യയ്ക്ക് കുടുംബസ്വത്തായിട്ട് കിട്ടിയ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. 2.5 ഏക്കർ 268 പട്ടയമാണ്. പക്ഷെ ആ പട്ടയം കിട്ടിക്കഴിഞ്ഞപ്പോൾ 98 ഞങ്ങൾക്ക് ആധാരം എഴുതി കിട്ടിയത്. പട്ടയം കിട്ടിക്കഴിഞ്ഞപ്പോൾ അതെല്ലാം പൊളിഞ്ഞിരുന്നു. അപ്പോൾ ഒരു ഫോട്ടോസ്റ്റാറ്റ് സെൻ്ററിൽ ചെന്നപ്പോൾ സാറേ ഇത് സെലക്ഷനായിട്ടിരിക്കുന്ന ഫോട്ടോസ്റ്റാറ്റ് എടുത്തതാണ്, പിന്നെ ലാമിനേറ്റ് ചെയ്തതാണ്. അതങ്ങനെ സൂക്ഷിച്ചു 10-30 വർഷമായിട്ട് ഞങ്ങൾ സൂക്ഷിച്ചിരിക്കുക. അതിൻ്റെ കൂടെ ഉടമ്പടി ആധാരമുണ്ട്. പക്ഷെ ആധാരത്തിൻ്റെ അവസാനത്തെ പേജ് ചുമ്മാ സാധാരണ പേപ്പറായിപ്പോയി. അത് മടക്കി വെച്ച് പോകുന്ന സ്ഥിതി വന്നപ്പോൾ അതും ലാമിനേറ്റ് ചെയ്തു. ഇതുവരെ ഒരു ബാങ്കിൽ പണയപ്പെടുത്തോ ആർക്കും കൊടുക്കുകയോ വിൽക്കുകയോ ഒന്നും ചെയ്തില്ല. ഇതിൻ്റെ കോപ്പി കൊടുക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇപ്പം വിൽക്കാൻ വേണ്ടി ആലോചിച്ചപ്പം എന്നതിന് മുമ്പായിട്ട് കൃഷി ചെയ്യുന്ന ലോൺ എടുക്കാൻ വേണ്ടി ബാങ്കിൽ ചെന്നപ്പോഴാണ് പറയുന്നത് ലാമിനേറ്റ് ചെയ്ത് സ്വീകരിക്കില്ല എന്ന് പറയുന്നത്. ഉടനെ അത് എന്താ പറയുക, പിന്നെ ഡീമോൾഡ് ചെയ്യണം. ഡീമോൾഡ് പിന്നെ ഗൂഗിളെടുത്ത് നോക്കിയപ്പം ലാമിനേഷൻ ഉണ്ട്, സെൻറ്ററുണ്ട്. അപ്പോൾ വൈഫ് നേരത്തെ തന്നെ നോക്കിയായിരുന്നു. ഏതായാലും കോട്ടയത്ത് പെട്ടെന്ന് തന്നെ എത്തി. വളരെ റിസ്ക് എടുത്ത് ഏറ്റവും ഭംഗിയായിട്ട് പട്ടയത്തിൻ്റെ കോപ്പിയും ആധാരത്തിൻ്റെ ഒരു പേജും മണിക്കൂറുകളുടെ പരിശ്രമപരമായിട്ട് എടുത്ത് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു വല്ലാത്ത അനുഭവമാണ്. അതിൻ്റെ എമൗണ്ട് എത്ര, ഫീസ് എത്ര എന്നൊന്നുമല്ല, അതൊന്നും ഇവിടെ ഞാൻ പരാമർശിക്കുന്നുമില്ല. തീർച്ചയായിട്ടും അവർക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കസ്റ്റമർ ഈസ് ദ കിങ് നെവർ ബാർഗെയിൻസ്, സോ നോ ബാർഗെയിനിങ്. സക്സസ് ആവണം അല്ലേ? ഇങ്ങോട്ട് മേടിക്കുന്ന പോലെ അങ്ങോട്ടും തരാൻ പറ്റും. ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരുപാട് പേരുടെ കണ്ണീരൊപ്പാൻ ഈ സ്ഥാപനം സഹായിക്കുന്നു ഞാൻ പ്രത്യാശിക്കുക മാത്രമല്ല, യാഥാർത്ഥ്യമാണ് എൻ്റെ അനുഭവം. നന്ദി 1000 നന്ദി. താങ്ക് യു സോ മച്ച് സാർ. അടിപൊളിയായിട്ട്